ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാനിപൂരി മസാലയാണ്, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഞ്ഞു പൂരി, ഒരു ചെറിയ പൂരി. ആ പൂരിയുടെ മോൾ ഭാഗം ഉടച്ച് അതിലേക്ക് ഇത്രയും മസാലകളും പാനിയും സ്വീറ്റും എല്ലാം ചേർത്തിട്ട് കഴിച്ചാലുണ്ടല്ലോ നമ്മളെ വായ്ക്കകത്ത് അത്രയും നല്ലൊരു രുചിൻ്റെ മേളം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ മേളത്തിൻ്റെ റെസിപ്പി ഇതെങ്ങനെ ചെയ്യുന്ന രീതിയും കൂടി നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിന് ഞാൻ പട്ടാണി, ഗ്രീൻ കളർ പട്ടാണി ആയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് കളറുള്ള പട്ടാണിയാണ്. അത് നല്ലപോലെ 2-3-4 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് അതൊരു 9 അല്ലെങ്കിൽ ഒരു 10 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല പേസ്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ അത്രയും നേരം വിസിൽ വരാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് വെക്കാൻ. ഫ്രണ്ട്സ്, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് ചേർത്തണം. പക്ഷേ നമ്മൾ ഉള്ളി, തക്കാളി ഇതെല്ലാം ചേർത്ത് വഴറ്റിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മസാലകൾ മാത്രം ചേർത്തിയാൽ മതി. പിന്നെ അതിലേക്ക് ഉപ്പ്, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇനി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്താം, അത് ഓപ്ഷനിലാണ്. ഞാൻ കുറച്ച് കളറ് കിട്ടാനും കൂടി വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്തുന്നത്. പിന്നെ അതിലേക്ക് ചേർത്തേണ്ടത്, അത് നല്ല തിളച്ച് വന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ലൊന്ന് തിള വന്നതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഗരം മസാല ചേർത്തി കൊടുക്കുക. അതൊരു ഗരം മസാല പറഞ്ഞാൽ എല്ലാം ആയിട്ടുള്ള ഗരം മസാല അല്ല ഞാൻ ഇട്ടിട്ടുള്ളത്, പട്ടയും ഗ്രാമ്പും മാത്രം പൊടിച്ച് ചേർത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പാനിപൂരിക്ക് വേണ്ട മസാലയിൽ ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തിയാൽ മതി. പിന്നെ അപ്പോൾ നമ്മളുടെ പാനിപൂരിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാനിപൂരിക്ക് ആവശ്യമായിട്ടുള്ള സ്വീറ്റ് തയ്യാറാക്കണം. സ്വീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ശർക്കരയും ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതിൻ്റെ പിഴിഞ്ഞ വെള്ളമാണ് എടുത്തുള്ളത്. അതിലേക്ക് ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ ശർക്കരയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും ചേർത്ത് പിന്നെ തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ശർക്കരയെല്ലാം അലിഞ്ഞ് പുളിയുടെ ആ കുത്തൽ മാറി പുളിയും മധുരവും തമ്മിൽ നല്ല ഈക്വലായിട്ട് വരുമ്പോൾ ആ ഒരു സ്റ്റേജിൽ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ലിക്വിഡ് പരുവത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. അങ്ങനെ നമ്മളുടെ പാനിപൂരിയുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. പാനിപൂരിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പാനി. ആ പാനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുതിന ഇലയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 1 ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ആണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ ലെമൺ അരയ്ക്കുന്ന അതേ സമയത്ത് തന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കാതിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. കാരണം നല്ല പച്ച കളർ മാറാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തോടു കൂടി തന്നെ ഈ പുതിനയുടെ ജ്യൂസിൻ്റെ കളർ മാറി ഒരു ഡാർക്ക് കളർ, ഒരു കറുപ്പ് കളർ വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന അതേ സമയത്തിന് ചേർത്ത്. പിന്നെ കുറച്ച് കുരു വീണുണ്ട്, അതെല്ലാം എടുത്ത് നീക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. മിക്സിയിൽ ഇത് നല്ല അരച്ചെടുത്തിട്ട് ഒരു അരിപ്പ വെച്ച് നല്ലപോലെ അരിച്ചെടുക്കുക. തരിയൊന്നുമില്ലാതെ അതിൻ്റെ ജ്യൂസ് മാത്രം വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് അരിച്ചെടുക്കുക.
പിന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് അല്ലെങ്കിൽ ഒരു നുള്ളോ അല്ലെങ്കിൽ 2 നുള്ളു ഉപ്പ് ചേർത്തിയാൽ മതി. കൂടുതലിടേണ്ട, ഉപ്പിൻ്റെ ടേസ്റ്റ് അത്ര അധികം അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിയാൽ മതിയാവും. പാനിപൂരിക്ക് വേണ്ട കറിയും സ്വീറ്റും പാനിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി കാണിച്ചിരുന്നെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തന്നെ, കുട്ടി പൂരി, നല്ല ക്രിസ്പി ആയിരിക്കണം, കുഞ്ഞു പൂരി ആയിരിക്കണം. അതെടുത്തിട്ടുണ്ട്. പിന്നെ കറി എടുത്തിട്ടുണ്ട്, പാനി എടുത്തിട്ടുണ്ട്, പിന്നെ പുളിപ്പില്ലാത്ത തൈര്, സ്വീറ്റ്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, സവാളയും ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ കുഞ്ഞു പൂരി വിരൽ കൊണ്ട് ഉടയ്ക്കുക, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഉടയ്ക്കുന്ന ഹോളിലൂടെയാണ് നമ്മൾ ഈ മസാലകളും പാനിയും സ്വീറ്റും എല്ലാം നമ്മൾ ചേർത്താൻ പോകുന്നത്. ഈ ഉടച്ചു വെച്ചിട്ടുള്ള എല്ലാ പൂരിയിലേക്കും നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസും ചേർത്തി, സവാളയും പിന്നെ മല്ലിയിലയും സ്വീറ്റും പിന്നെ പുളിപ്പില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. അത് മെയിനാണ്. തൈര് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, തൈര് വേണം നിർബന്ധമില്ല. പക്ഷേ ഒരു ബാലൻസ് ചെയ്യുന്നതിന് എല്ലാ എരിവിനെല്ലാം ബാലൻസ് ചെയ്യാനിത് സഹായിക്കും. പക്ഷേ തൈര് നിർബന്ധമില്ല. എടുക്കുകയാണെങ്കിൽ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. സ്വീറ്റ്, പാനി എല്ലാം ചേർക്കുക. സവാള, മല്ലിയില ചെറുതായി അരിഞ്ഞ മല്ലിയില മേലെല്ലാം വെതറി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ മിക്സർ ഇതിൻ്റെ മേലെ നല്ലപോലെ വെതറി കൊടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് വെതറി കൊടുത്തിട്ട് കഴിക്കുക. എൻ്റെ പാനിപൂരി മസാല റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.